ചിയാൻ വിക്രത്തെ നായകനാക്കി അരുൺകുമാർ എഴുതി സംവിധാനം നിർവഹിച്ച വീരധീരസൂരൻ പാർട്ട് 2 ആണ് ഇന്ന് കണ്ടത്. സിനിമയെ പറ്റി പറഞ്ഞാൽ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ് സിനിമയുടെ പ്രസന്റ് സ്റ്റോറിയായി പറയുന്നത്. തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒരു റോഡ് ടൈപ്പ് റിയൽ സ്റ്റോറിയാണ് സിനിമയുടേത്. ഫസ്റ്റ് പാർട്ട് റിലീസ് ആകാതെ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് വന്ന ആദ്യ സിനിമയായിരിക്കും ഇത്. ചിയാൻ വിക്രത്തിന്റെ കിട്ടിലം പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. കൂടാതെ എസ്.ജെ. സൂര്യ, തുഷാര, സുരാജ് ഒക്കെ കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങളിലൊന്ന് ജി.വി. പ്രകാശിന്റെ ബീജിയമാണ്. അത് വേറെ ലെവലായിട്ടുണ്ട്. ധൂൾ റെഫറൻസ് ഒക്കെ ഒരേ പൊളിയായിരുന്നു. പിന്നെ തേനി ഈശ്വറിന്റെ സിനിമാറ്റോഗ്രഫി അതൊന്നും പറയാനില്ല, കിട്ടില്ലായിരുന്നു. സിംഗിൾ ഷോട്ടൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, അത് വേറെ ലെവലായിരുന്നു. സിനിമയിലെ ചിയാൻ തുഷാര കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. നെഗറ്റീവായി തോന്നിയത് സിനിമയുടെ ലെങ്ത് ആയിരുന്നു, അത് കുറച്ച് കൂടുതലായി തോന്നി. പിന്നെ ഫസ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽ കിട്ടിയില്ല. എന്നിരുന്നാലും തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന ഒരു കിഡിലൻ സിനിമ തന്നെയാണ് അരുൺകുമാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. സൂരൻ പാട്ട് 1 നിങ്ങൾ കണ്ടാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ല, പാർട്ട് 1 ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ ഡയറക്ടർ ഇന്റർവ്യൂവിൽ പറയണ്ടായി ട്രഡീഷണൽ രീതിയായ ആദ്യം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയുള്ള പരിപാടികൾ കണ്ടും കേട്ട് ഞാൻ മടുത്ത്. അപ്പൊ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ പാർട്ട് 2 ആണ് ഇറക്കണം. പടം തുടങ്ങലും ഡയറക്റ്റ് അങ്ങോട്ട് ഫൈറ്റ് ആണ്. പടത്തിൽ ആകെ കൂടി 10 അല്ലെങ്കിൽ 15 സീനേ ഉണ്ടാവുള്ളൂ ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ ബാക്ക് സ്റ്റോറി എന്താണ്, ഇവർ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പാർട്ട് 1 പിന്നെ കാണാം. അപ്പൊ ഇതേ പേരിൽ വേറൊരു പടം കൂടി ഉണ്ട്, പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല. ആ പടം പകുതി വെച്ചേ ഡ്രോപ്പായി പോയി. 2016 നമ്മളെ വിഷ്ണു വിശാൽ അഭിനയിക്കേണ്ടിരുന്ന പടമാണ്, പക്ഷെ അത് പകുതി വെച്ച് തന്നെ ഡ്രോപ്പായി പോയി. അപ്പൊ അടുത്ത മാസം എന്താ പാക്കപ്പോറെ നമ്മ കാളിടാട്ടത്തെ